മൂന്നാമത്തെ ചാപ്റ്റർ കറണ്ട് ഇലക്ട്രിസിറ്റി. ഫസ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് ഓംസ് ലോ. ഓംസ് ലോന്റെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ കറണ്ട് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആവുന്ന സമയത്ത് കറണ്ട് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ വി ക്യാൻ റൈറ്റ് V പ്രൊപ്പോർഷണൽ ടു I. V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, I എന്ന് പറഞ്ഞാൽ കറണ്ട്. അപ്പോൾ ഇവിടെ പ്രൊപ്പോർഷണാലിറ്റി റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ക്യാൻ റൈറ്റ് V ഈസ് ഈക്വൽ ടു R ഇൻറ്റു I. ദാറ്റ് കോൺസ്റ്റന്റ് R ഈസ് കോൾഡ് റെസിസ്റ്റൻസ്. SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓം ആണ്. അതുപോലെ തന്നെ നമുക്ക് ഓംസ് ലോയിൽ നിന്ന് R ഈസ് ഈക്വൽ ടു റെസിസ്റ്റൻസിനുള്ള ഫോർമുല എഴുതാം, V by I. അപ്പോൾ 1 ohm is equal to, we can write 1 volt divided by 1 ampere. പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ നമുക്കറിയാം യൂണിറ്റ്, വിയുടെ യൂണിറ്റ് വോൾട്ട് ആണ്. അതുപോലെ തന്നെ കറണ്ടിൻ്റെ യൂണിറ്റ് ഏതാണ്? ആംപിയർ ആണ്. ഇതിൽ നിന്ന് നമുക്ക് 1 ഓമിനെ ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണ്? റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ ഈസ് 1 ohm ഇഫ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് 1 volt വെൻ എ കറണ്ട് ഓഫ് 1 ampere ഫ്ലോസ് ത്രൂ ഇറ്റ്. അതായത് ഒരു കണ്ടക്ടറുടെ റെസിസ്റ്റൻസ് 1 ohm ആണ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാവുന്ന സമയത്ത് 1 വോൾട്ട്. അതിലൂടെ എത്ര ആംപിയർ കറണ്ട് പാസ് ചെയ്യുമ്പോൾ? 1 ആംപിയർ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത്. ഇനി ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിനെ ഏതെല്ലാം ഫാക്ടേഴ്സ് അഫക്റ്റ് ചെയ്യുന്നു നോക്കാം. ഒന്നാമത്തത് നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ. മെറ്റീരിയൽ മാറുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ റെസിസ്റ്റൻസിൽ എന്തുണ്ട്? മാറ്റം വരുന്നുണ്ട്. രണ്ടാമത്തത് ഡയമെൻഷൻസ്. ഡയമെൻഷൻസ് പറഞ്ഞാൽ ഏതൊക്കെ വരുന്നത്? ലെങ്ത്, ഏരിയ. മൂന്നാമതായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ടെമ്പറേച്ചറാണ്. അങ്ങനെ 3 ഫാക്ടേഴ്സിനെയാണ് റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? നേച്ചർ ഓഫ് ദി മെറ്റീരിയൽ, ഡയമെൻഷൻസ്, പിന്നെ ഏതാണ്? ടെമ്പറേച്ചർ. ദെൻ വാട്ട് ഈസ് റെസിസ്റ്റിവിറ്റി? അതിനെ റോ എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് RHO. അത് വായിക്കുന്നത് റോ എന്നാണ്. ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദി മെറ്റീരിയൽ ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് ആണ്. ആ മെറ്റീരിയലിൻ്റെ ലെങ്ത് എത്രയാണ്? യൂണിറ്റിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എത്രയാണ്? യൂണിറ്റിയാണ്. അപ്പോൾ യൂണിറ്റ് ഏരിയ, യൂണിറ്റ് ലെങ്ത് ഉള്ള മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയിൽ നിന്ന് നമുക്ക് റെസിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല എഴുതാം. R ഈസ് ഈക്വൽ ടു റോ എൽ ബൈ എ. ഇതിൽ നിന്ന് വി ക്യാൻ റൈറ്റ് റോ ഈസ് ഈക്വൽ ടു RA ബൈ എൽ. അപ്പോൾ അതിൻ്റെ SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി നമുക്ക് കാണാം. ഇവിടെ റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് നമ്മൾ പഠിച്ച ഓം ആണ്. എ എന്ന് പറഞ്ഞാൽ ഏരിയയാണ്, മീറ്റർ സ്ക്വയർ ആണ്. ലെങ്ത് എന്ന് പറഞ്ഞാൽ മീറ്റർ ആണ്. അപ്പോൾ മീറ്റർ സ്ക്വയർ ബൈ മീറ്റർ എന്ന് പറഞ്ഞാൽ മീറ്റർ വന്നു. അതുപോലെ തന്നെ ഇവിടെ ഓം ഉണ്ട്. അപ്പോൾ നമുക്ക് SI യൂണിറ്റ് ഓഫ് റെസിസ്റ്റിവിറ്റി ഈസ് ഓം മീറ്റർ. ഇനി 1 ബൈ റെസിസ്റ്റൻസ്, അതായത് റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റൻസ്, ഇറ്റ് ഈസ് കോൾഡ് കണ്ടക്ടൻസ്. അതിൻ്റെ SI യൂണിറ്റ് ഓം ഇൻവേഴ്സ്. അടുത്ത 1 ബൈ റെസിസ്റ്റിവിറ്റി ഓർ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി, ഇറ്റ് ഈസ് കോൾഡ് കണ്ടക്ടിവിറ്റി. അതിൻ്റെ SI യൂണിറ്റ് ഏതാ വരുന്നത്? ഓം ഇൻവേഴ്സ്, മീറ്റർ ഇൻവേഴ്സ്. ദെൻ വാട്ട് ഈസ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ? അത് സ്മോൾ r എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ഇലക്ട്രോലൈറ്റ് ഓഫ് എ സെൽ. ഒരു സെല്ലിനകത്ത് ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ആ ഇലക്ട്രോലൈറ്റ് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ സ്മോൾ r. നമ്മൾ ഒരു ഫിഗർ കൺസിഡർ ചെയ്യുന്നു. ഒരു സെല്ല്, അതിൻ്റെ EMF E ആണ്, വോൾട്ടേജ് E ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R ആണ്. അതൊരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആറുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഈ ക്യാപിറ്റൽ ആറിന് ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V ആണ്. അതുപോലെ തന്നെ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I ആണ്. അങ്ങനെയാണെങ്കിൽ ഓംസ് ലോ പ്രകാരം നമുക്ക് V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R എന്ന് കൊടുക്കാം. നമ്മൾ ഇക്വേഷൻ അറിയാം, V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R. I എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് ആണ്. ഇവിടെ EMF E ആണ്, അല്ലെങ്കിൽ വോൾട്ടേജ് E ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ ഈ സ്മോൾ ആറും ക്യാപിറ്റൽ ആറും സീരീസ് ആണ്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് പറഞ്ഞാൽ R പ്ലസ് R ആണ്. സോ വി ക്യാൻ റൈറ്റ് V ഈസ് ഈക്വൽ ടു IR. ഈ ഐക്ക് പകരം എന്ത് കൊടുത്തു? E ബൈ R പ്ലസ് R കൊടുത്തു ഇൻറ്റു R. ഇതിനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വിനെ എന്തായിട്ട്? R ഇൻറ്റു R ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ വി ക്യാൻ റൈറ്റ് V ഇൻറ്റു R പ്ലസ് R ഇസ് ഈക്വൽ ടു ER എന്ന് കിട്ടി. ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടി? VR പ്ലസ് VR ഇസ് ഈക്വൽ ടു ER എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ VR ഇവിടെ നിർത്തുന്നു. ഈ V ക്യാപിറ്റൽ ആറിനെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് VR ആയി മാറി. സോ VR ഇസ് ഈക്വൽ ടു ER മൈനസ് VR. രണ്ടിൽ നിന്ന് നമുക്ക് R കോമൺ ആയിട്ട് എടുക്കാം. നമുക്ക് ഇങ്ങനെ കിട്ടി, ബ്രാക്കറ്റിൽ E മൈനസ് V ഇൻറ്റു R എന്ന് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ഏതാണ്? ആറിൻ്റെ വാല്യൂ ആണ്, സ്മോൾ ആറിൻ്റെ വാല്യൂ.
അപ്പോൾ വി നേരെ താഴത്തേക്ക് പോയി. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? ആർ ഈസ് ഈക്വൽ ടു ഇ മൈനസ് വി ബൈ വി ഇൻറ്റു ക്യാപിറ്റൽ ആർ. ഈ വി എന്ന് പറയുന്നത് മുകളിലെ ഇക്കും ബാധകമാണ്, വിക്കും ബാധകമാണ്. അതിനെ സെപ്പറേറ്റ് എഴുതാം. ഇ ബൈ വി മൈനസ് വി ബൈ വി. അപ്പോൾ വി ബൈ വി എന്ന് പറഞ്ഞാൽ 1 കിട്ടി. നമ്മൾ ഇക്വേഷൻ കിട്ടി ആർ ഈസ് ഈക്വൽ ടു ഇ ബൈ വി മൈനസ് 1 ഇൻറ്റു ക്യാപിറ്റൽ ആർ. അപ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസിനുള്ള ഫോർമുല നമുക്ക് കിട്ടി ഇ ബൈ വി മൈനസ് 1 ഇൻറ്റു ക്യാപിറ്റൽ ആർ. ഇതിൽ ഇ എന്ന് പറയുന്നത് ഇ എം എഫ് ആണ്, വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ആണ്, ആർ റെസിസ്റ്റൻസ് ആണ്. Series combination of resistances, 3 resistance R1, R2, R3 connected to a potential V. V1 is the potential across R1, V2 is the potential across R3 and V3 is the potential across R3. V split ആവുന്നു, 3 ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നു. സോ വി ക്യാൻ റൈറ്റ് V is equal to V1 plus V2 plus V3. നമുക്ക് ഓംസ് ലോ പ്രകാരം നമുക്കറിയാം V is equal to R into I ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? വിക്ക് പകരം ആർ ഇൻറ്റു വൈ കൊടുക്കാം. അതുപോലെ തന്നെ V1 പകരം IR1, V2 പകരം IR2, V3 പകരം IR3. ഇത് സീരീസ് കണക്ഷൻ ആണ്. സീരീസ് കണക്ഷൻ ആയതുകൊണ്ട് ഇതിലൂടെ പാസ് ചെയ്യുന്ന എന്ത് സെയിം ആയിരിക്കും? കറണ്ട് സെയിം ആയിരിക്കും. എല്ലാറ്റിനും ആയി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ആർ ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2 പ്ലസ് R3. നോക്കുക, എൻ റെസിസ്റ്റേഴ്സ് ഇവിടെ 3 എണ്ണമാണുള്ളത്. അതിന് പകരം എൻ റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല അതാണ് R ഡാഷ് ഈസ് ഈക്വൽ ടു N ഇൻറ്റു ആർ. അപ്പോൾ റെസിസ്റ്റൻസ് സീരീസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടുകയാണ് ചെയ്യുന്നത്. അടുത്തത് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റൻസ്. 3 റെസിസ്റ്റേഴ്സ് R1, R2, R3 എങ്ങനെയാണ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ടു എ വോൾട്ടേജ് V. ലെറ്റ് I be the total current. I1 is the current passing through R1, I2 is the current passing through R2 and I3 is the current passing through R3. അപ്പോൾ ഇവിടെ കറണ്ട് I സ്പ്ലിറ്റ് ആവുന്നു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? I is equal to I1 plus I2 plus I3. ഓംസ് ലോ പ്രകാരം നമുക്ക് എന്താ അറിയാം? V is equal to RI ആണ്. അപ്പോൾ I is equal to നമുക്ക് എന്ത് കൊടുക്കാം? V by R എന്ന് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറും? V by R is equal to V by R1 plus V by R2 plus V by R3. ഇവിടെ നമ്മൾ പാരലൽ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത് ടു എ വോൾട്ടേജ് V. അതുകൊണ്ട് ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എല്ലാറ്റിലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാറ്റിനും V കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 1 by R is equal to 1 by R1 plus 1 by R2 plus 1 by R3. അപ്പോൾ നോക്കുക, പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. ഇനി N റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല ഇതാണ് R ഡാഷ് is equal to R by N. ഇനി എന്താണ് ക്രിച്ച്ഹോഫ്സ് ലോസ് നോക്കാം. അതിൽ ഫസ്റ്റ് ലോനെ മറ്റൊരു പേരും പറയുന്നുണ്ട് കറണ്ട് ലോ അല്ലെങ്കിൽ ജംഗ്ഷൻ റൂൾ എന്നുള്ളത്. അതിൻ്റെ ഡെഫിനിഷൻ ഇതാണ്: ആൾജിബ്രിക് സം ഓഫ് കറണ്ട് മീറ്റിംഗ് അറ്റ് എ ജംഗ്ഷൻ ഈസ് 0. ഒരു ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന എല്ലാ കറണ്ടുകളുടെയും ആൾജിബ്രിക് സം എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ നോക്കുക, I1 എന്ന കറണ്ട് ജംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നതാണ്. I2, I3, I4 ജംഗ്ഷനിൽ നിന്ന് പുറത്തേക്കാണ് പോകുന്നത്. I4 ഉള്ളിലേക്കാണ് വരുന്നത്. അപ്പോൾ ഉള്ളിലേക്ക് വരുന്ന കറണ്ടുകളെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുന്നു, പുറത്തേക്ക് പോകുന്ന കറണ്ടുകളെ നെഗറ്റീവായിട്ട് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ജംഗ്ഷൻ ഓയിൽ മീറ്റ് ചെയ്യുന്ന ടോട്ടൽ കറണ്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ I1ഉം അതുപോലെ തന്നെ I4ഉം പോസിറ്റീവ് ആയിരിക്കും. I1ഉം I4ഉം പോസിറ്റീവാണ്. അതുപോലെ തന്നെ I2, I3, I5 നെഗറ്റീവാണ് ഇവിടെ വരുന്നത്. സോ വി ക്യാൻ റൈറ്റ് I1 മൈനസ് I2 മൈനസ് I3 പ്ലസ് I4 മൈനസ് I5 ഈസ് ഈക്വൽ ടു 0. ഇതാണ് ഫസ്റ്റ് ലോയുടെ എക്സ്പ്ലനേഷൻ വരുന്നത്. അടുത്തത് സെക്കൻഡ് ലോ, ക്രിച്ച്ഹോഫ്സിന്റെ വോൾട്ടേജ് ലോ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ എന്ന് പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട് algebraic sum of the product of current and resistance is equal to total EMF. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ കറണ്ടിൻ്റെയും റെസിസ്റ്റൻറ്റിൻ്റെയും പ്രൊഡക്റ്റ്, അതായത് കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, അതിൻ്റെ ആൾജിബ്രിക് സം എന്തിന് ഈക്വൽ ആയിരിക്കും? ടോട്ടൽ EMFന് ഈക്വൽ ആയിരിക്കും. ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ I1 ആണ് R1 പാസ് ചെയ്യുന്ന കറണ്ട്, I2 ആണ് R2 പാസ് ചെയ്യുന്ന കറണ്ട്. ഈ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലുള്ള വോൾട്ടേജ് ആണ് V എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്താ എഴുതാൻ പറ്റും എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് I1 ഇൻറ്റു R1, ഇവിടെ പ്രൊഡക്റ്റ് I2 ഇൻറ്റു R2, അത് തമ്മിൽ സം ചെയ്യുന്നു. കാരണം രണ്ടും ഒരേ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ രണ്ടും ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഇപ്പോൾ ഒരെണ്ണം ക്ലോക്ക് വൈസും മറ്റേത് ആൻറ്റി ക്ലോക്ക് വൈസും ആണെങ്കിൽ ഒന്ന് പ്ലസ് ആയിരിക്കും, മറ്റേതായിരിക്കും മൈനസ് ആയിരിക്കും. ഇവിടെ രണ്ടും ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് രണ്ടും പ്ലസ് ആണ്. സോ വി ക്യാൻ റൈറ്റ് I1 R1 പ്ലസ് I2 R2 ഈസ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് അല്ലെങ്കിൽ EMF ഇവിടെ ഉള്ളത് V1 ആണ്. സോ I1 R1 പ്ലസ് I2 R2 ഈസ് ഈക്വൽ ടു V1. ഇതാണ് സെക്കൻഡ് ലോയുടെ എക്സ്പ്ലനേഷൻ. നമ്മളൊരു ഇൻസ്ട്രുമെന്റ് പരിചയപ്പെടുകയാണ്, വീസ്റ്റൺ ബ്രിഡ്ജ്. അതിൻ്റെ ഫിഗർ ഇതാണ്. ഫിഗറിൽ 4 റെസിസ്റ്റൻസ് ആണ്, P, Q, R, S.
അതുപോലെ തന്നെ എക്കും സിക്കും ഇടയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു സെല്ല് കണക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഒരു കീയും കണക്ട് ചെയ്യുന്നു. ബിക്കും ഡിക്കും ഇടയിലായിട്ട് നമ്മളൊരു ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യുന്നുണ്ട്. കീ ക്ലോസ് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് I1 ഇവിടെ പാസ് ചെയ്യുന്നുണ്ട്. ഇവിടെ സെയിം I1 തന്നെയാണ്. കാരണം നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ കീ ക്ലോസ് ചെയ്തതിനു ശേഷം ഈ വാല്യൂസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഗാൽവനോമീറ്ററിലെ കറണ്ട് 0 ആക്കുന്നു. ഗാൽവനോമീറ്ററിലെ കറണ്ട് 0 ആയി കഴിഞ്ഞാൽ ഈ I1 കറണ്ട് ഫുള്ളായിട്ട് ഇങ്ങോട്ട് എത്തും, ഈ I2 കറണ്ട് ഫുള്ളായിട്ട് ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഗാൽവനോമീറ്ററിലെ കറണ്ട് 0 ആയി കഴിഞ്ഞാൽ IG = 0 നമുക്ക് എഴുതാം. IG 0 ആയി കഴിഞ്ഞാൽ ബ്രിഡ്ജ് എങ്ങനെയായി എന്ന് പറയുന്നു, ബാലൻസ്ഡ് ആയി. നമുക്ക് എന്താണ് ബാലൻസ്ഡ് ബ്രിഡ്ജ് കണ്ടീഷൻ നോക്കാം. ബാലൻസ്ഡ് ബ്രിഡ്ജ് കണ്ടീഷൻ ഇതാണ്, P/Q = R/S. അതായത് P എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റെസിസ്റ്റൻസ് ആണ്, ഇത് Q ഇവിടുത്തെ റെസിസ്റ്റൻസ്, R ഇവിടുത്തെ റെസിസ്റ്റൻസ്, ഇവിടെ S ഇവിടുത്തെ റെസിസ്റ്റൻസ്. അപ്പോൾ അവ തമ്മിലുള്ള റേഷ്യോ എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതാണ് ബാലൻസ്ഡ് ബ്രിഡ്ജ് കണ്ടീഷൻ. ഇത് നമുക്ക് പ്രൂവ് ചെയ്യാം. പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്രിച്ചോഫ്സിന്റെ സെക്കൻഡ് ലോ അപ്ലൈ ചെയ്യാണ്. ഏതൊക്കെ പാത്തിനാ നോക്കാം. ഫോർ ABDA, ഇവിടെ നോക്കുക, ABDA എന്ന് പറയുന്ന പാത്തിൽ അവിടെ ക്രിച്ചോഫ്സിന്റെ സെക്കൻഡ് ലോ നമ്മൾ പറഞ്ഞു, ആൾജിബ്രിക് സം ഓഫ് ദി പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് = ടോട്ടൽ EMF. അപ്പോൾ ഇവിടെ ഇതാ ഈ ക്ലോസ്ഡ് സർക്യൂട്ടാണ്. ഈ ക്ലോസ്ഡ് സർക്യൂട്ടിൽ EMF ഇല്ല. അതുപോലെ തന്നെ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് IG 0 ആണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പ്രൊഡക്റ്റ് പറഞ്ഞാൽ I1P ആണ്, ഇവിടുത്തെ പ്രൊഡക്റ്റ് പറഞ്ഞാൽ I2R ആണ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം I1P - I2R = 0. അല്ലെങ്കിൽ നമുക്ക് എഴുതാം I1P = I2R. അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇവിടെ എഴുതിക്കുന്നു, I1P = I2R. ഇനി നമ്മൾ അടുത്ത ക്ലോസ്ഡ് ലൂപ്പ് എടുക്കുന്നു, BCDB. ഇവിടെ അതെ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 0 ആണ്. സോ വി ക്യാൻ റൈറ്റ് I1Q = I2S. അതിവിടെ നമ്മൾ എഴുതി. ഇനി ഇക്വേഷൻ 1ഉം 2ഉം തമ്മിൽ ഡിവൈഡ് ചെയ്യുക. I1 കട്ട് ചെയ്ത് പോകും, I2 കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിട്ടും കിട്ടും, P/Q = R/S. ഇതാണ് വീസ്റ്റൺസ് ബ്രിഡ്ജ് കണ്ടീഷൻ. അപ്പോൾ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആവണമെങ്കിൽ ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ 0 ആവണം. അതായത് ഗാൽവനോമീറ്ററിലുള്ള കറണ്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. എന്താണ് ബാലൻസ്ഡ് ബ്രിഡ്ജ് കണ്ടീഷൻ, P/Q = R/S. ഇനി ഇത് നമ്മൾ അതിന്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻസ് നോക്കുകയാണ്. ഫസ്റ്റ് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ് മീറ്റർ ബ്രിഡ്ജ്. ഇതാണ് മീറ്റർ ബ്രിഡ്ജിന്റെ ഫിഗർ. രണ്ട് L ഷേപ്ഡ് സ്ട്രിപ്പുകളാണ്, മെറ്റൽ സ്ട്രിപ്പുകളാണ്. ഇവിടെ L ഷേപ്ഡ് ഒരു സ്ട്രിപ്പ്, അതുപോലെ തന്നെ ഇവിടെ അതെ ഒരു L ഷേപ്ഡ് സ്ട്രിപ്പ് ഉണ്ട്. ഇവയ്ക്ക് ഇടയിലായിട്ട് ഇതാ ഒരു വയർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, ഒരു റെസിസ്റ്റൻസ് വയർ നമ്മൾ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ L ഷേപ്ഡ് കോപ്പർ സ്ട്രിപ്പിന് ഇടയിലായിട്ട് മറ്റൊരു സ്ട്രിപ്പ് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ രണ്ട് ഗ്യാപ്പുകൾ ഉണ്ടായി. ഈ ഗ്യാപ്പിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമുക്ക് ഒരു അൺനോൺ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നു. ഇവിടുത്തെ ഈ ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സെന്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു വയർ എടുത്തിട്ട് ഒരു ഗാൽവനോമീറ്ററുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഗാൽവനോമീറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഗാൽവനോമീറ്ററിന്റെ എൻഡ് ഇവിടെ ഒരു കീ ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ഈ കീനെ നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ വയറിന്റെ മുകളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാൻ സാധിക്കും. ഇനി ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതിൽ വർക്ക് ചെയ്യണമെങ്കിൽ ബാറ്ററി കണക്ഷൻ കൊടുക്കണം. കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സെല്ല് കണക്ട് ചെയ്യുന്നു. ഇത് പോസിറ്റീവ് ആണ്, നെഗറ്റീവ്. കീ കൊടുക്കുന്നുണ്ട്. കീ ക്ലോസ് ചെയ്യുന്നു. കീ ക്ലോസ് ചെയ്തതിനു ശേഷം നമ്മൾ ഇതിന്റെ വർക്കിംഗ് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ നോക്കാം, മീറ്റർ ബ്രിഡ്ജ് മോഡിഫൈഡ് ഫോം ഓഫ് വീസ്റ്റൺ ബ്രിഡ്ജ് ആണ്. അപ്പോൾ മോഡിഫൈഡ് ഫോം ഓഫ് വീസ്റ്റൺ ബ്രിഡ്ജ് ഈസ് കോൾഡ് മീറ്റർ ബ്രിഡ്ജ്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് ടു ഫൈൻഡ് റെസിസ്റ്റൻസ്, അൺനോൺ റെസിസ്റ്റൻസ്. ഇപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന അൺനോൺ റെസിസ്റ്റൻസ് ആണ്. അത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത മൂവ് ദ കീ ഓവർ ദ വയർ ആൻഡ് മേക്ക് ദ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ 0. നൗ ദ ബ്രിഡ്ജ് ഈസ് ബാലൻസ്ഡ്. അതായത് നമ്മളിവിടെ കീ ക്ലോസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇതിൽ നിന്ന് ഒരു ചെറിയ റെസിസ്റ്റൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ കീ വയറിന്റെ മുകളിൽ മൂവ് ചെയ്യുന്നു. മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു എൻഡിൽ വെക്കുന്ന സമയത്ത് ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ ഒരു സൈഡിലേക്കായിരിക്കും, മറ്റേ എൻഡിലേക്ക് വെക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഇതിന്റെ ഇടയിലുള്ള ഒരു പോയിന്റ് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ കീ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ വയറിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഒരു പ്രത്യേക പോയിന്റിലെത്തുമ്പോൾ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ 0 ആയി എന്ന് പറഞ്ഞാൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 0 ആയി. ഈ സമയത്ത് ബ്രിഡ്ജ് ബാലൻസ്ഡ് ആണ്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ ലെങ്ത് എന്ന് പറയുന്നത് AD ആണ്, അതിന്റെ ലെങ്ത് L ആണ്. അതുപോലെ തന്നെ DC എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് 1 മീറ്റർ ആണ്. അപ്പോൾ 100 സെന്റിമീറ്റർ ആണ്, നമുക്ക് ഇവിടെ പറയാം 100 - L ആണ് റിമൈനിങ് ലെങ്ത്. അപ്പോൾ ഇവിടെ ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ 0 ആയി കഴിഞ്ഞാൽ ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയി. ബ്രിഡ്ജ് ബാലൻസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ്ഡ് ബ്രിഡ്ജ് കണ്ടീഷൻ മീറ്റർ ബ്രിഡ്ജിൽ പഠിച്ചിരുന്നു, P/Q = R/S.
അതിന് പകരം നമ്മളിവിടെ എഴുതുന്നത് x/r ഇസ് ഈക്വൽ ടു ഇത്രയും പോർഷന്റെ റെസിസ്റ്റൻസ്, എ ഡിയുടെ റെസിസ്റ്റൻസ് ബൈ ഡി സിയുടെ റെസിസ്റ്റൻസ്. എ ഡിയുടെ റെസിസ്റ്റൻസ് നമ്മളിവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് LR എന്നാണ്. അതുപോലെ തന്നെ ഡി സിയുടെ റെസിസ്റ്റൻസ് ഏതാണ്? 100 മൈനസ് L ഇൻറ്റു R എന്നാണ്. ഇതിൽ സ്മോൾ r എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ ഈ ഇതിലെ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ r ആണ്. അപ്പോൾ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത്തിനെ ലെങ്ത് ആയിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഈ പോർഷന്റെ റെസിസ്റ്റൻസ് കിട്ടി. അതാണ് LR എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 100 മൈനസ് L R ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡി സി എന്ന് പറയുന്ന പോയിന്റിന്റെ റെസിസ്റ്റൻസ് കിട്ടി. ഈ ആറും കട്ട് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? x/r ഇസ് ഈക്വൽ ടു L/100 മൈനസ് L. ഇതിൽ നിന്ന് അൺനോൺ റെസിസ്റ്റൻസ് എക്സിന്റെ വാല്യൂ ആണ്. 6 മുകളിലേക്ക് വന്നു. നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറി? x ഇസ് ഈക്വൽ ടു RL/100 മൈനസ് L. ഇതാണ് മീറ്റർ ബ്രിഡ്ജിന്റെ എക്സ്പ്ലനേഷൻ. അപ്പോൾ മീറ്റർ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മോഡിഫൈഡ് ഫോം ഓഫ് ഈസ്റ്റേൺ ബ്രിഡ്ജ്. എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു? ടു ഫൈൻഡ് റെസിസ്റ്റൻസ്. എങ്ങനെയാണ് ചെയ്യുന്നത്? കീ ക്ലോസ് ചെയ്യുക, ദെൻ മൂവ് ദ കീ ഓവർ ദ വയർ, മേക്ക് ദ ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ 0. അപ്പോൾ ബ്രിഡ്ജ് എന്തായി മാറി? ബാലൻസ്ഡ് ആയി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x/r ഇസ് ഈക്വൽ ടു LR/100 മൈനസ് L ഇൻറ്റു R. R എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അത് കട്ട് ചെയ്ത് പോയി. അപ്പോൾ x/r ഇസ് ഈക്വൽ ടു L/100 മൈനസ് L. ഇതിൽ നിന്ന് x ഇസ് ഈക്വൽ ടു RL/100 മൈനസ് L. ഇനി പൊട്ടൻഷ്യോമീറ്റർ. എന്താണ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറഞ്ഞാൽ? ഒരു 1 മീറ്റർ ലെങ്ത് ഉള്ള 10 വയേഴ്സിനെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു ബോർഡിൽ സ്ട്രെച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താ നോക്കാം. ഫോർ സ്റ്റഡി കറണ്ട്, ഒരു സ്റ്റഡി കറണ്ടിൽ, അതായത് കോൺസ്റ്റന്റ് കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ബിറ്റ്വീൻ ദാറ്റ് 2 പോയിന്റ്സ്. പൊട്ടൻഷ്യോമീറ്ററിലെ 2 പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിന്റെ ലെങ്ത്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് V പ്രൊപ്പോർഷണൽ ടു L. V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്, L എന്ന് പറഞ്ഞാൽ ലെങ്ത്. ഇതിലെ കണ്ടീഷൻ എന്താണ്? എന്ത് കോൺസ്റ്റന്റ് ആയിരിക്കണം? കറണ്ട് സ്റ്റഡി ആയിരിക്കണം, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആയിരിക്കണം. നമ്മൾ ഓംസിൽ എഴുതാണ് V ഇസ് ഈക്വൽ ടു I ഇൻറ്റു R. ഇതിൽ നമ്മൾ R ഇസ് ഈക്വൽ ടു ρL/A എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ Rന് പകരം നമ്മളിവിടെ ρL/A കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് V ഇസ് ഈക്വൽ ടു I ഇൻറ്റു ρL/A. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫോർ എ ഗിവൺ കണ്ടക്ടർ നമുക്ക് ലെങ്ത് I, കറണ്ട് I, അതുപോലെ തന്നെ റെസിസ്റ്റിവിറ്റി A, ഇവയെല്ലാം കോൺസ്റ്റന്റ് ആണ്. ഐയും അതുപോലെ തന്നെ റോയും എയും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു L എന്നുള്ളതിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? V പ്രൊപ്പോർഷണൽ ടു L. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ. അപ്പോൾ സ്റ്റഡി കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് V പ്രൊപ്പോർഷണൽ ടു L. V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, L എന്ന് പറഞ്ഞാൽ ലെങ്ത്. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് പൊട്ടൻഷ്യോമീറ്റർ. ഈ പൊട്ടൻഷ്യോമീറ്ററിന്റെ യൂസസ് നോക്കാം. ഫസ്റ്റ് യൂസ് കമ്പാരിസൺ ഓഫ് EMF ഓഫ് 2 സെൽസ്. 2 സെല്ലുകളുടെ EMFകൾ കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യാം. രണ്ടാമത്തത് ടു ഫൈൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ. ഒരു സെല്ലിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നോക്കാം പൊട്ടൻഷ്യോമീറ്ററിലെ ഫസ്റ്റിൽ കമ്പാരിസൺ ഓഫ് EMF എങ്ങനെ നോക്കാം. ഫിഗർ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇതാണ് നമ്മളെ പൊട്ടൻഷ്യോമീറ്റർ വയർ. A മുതൽ B വരെ 10 മീറ്റർ ലെങ്ത് ഉള്ള വയറാണ്. ഇതിൽ പ്രൈമറി സർക്യൂട്ടിൽ നമ്മളൊരു സെല്ല് കണക്ട് ചെയ്യുന്നുണ്ട്, ഒരു കീ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് പ്രൈമറി സർക്യൂട്ട്. ഇനി സെക്കൻഡറി സർക്യൂട്ട് ഏതൊക്കെ സെല്ലുകളുടെ EMF ആണോ കമ്പയർ ചെയ്യേണ്ടത്, ആ 2 സെല്ലുകൾ നമ്മൾ കണക്ട് ചെയ്യണം. അതിനെ ഒരു 2-വേ കീ ആയിട്ട് കണക്ട് ചെയ്യുന്നു. ആ 2-വേ കീ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു ഗാൽവനോമീറ്റർ എന്നാൽ കറണ്ട് ഡിറ്റക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. അതിൽ നിന്ന് നമ്മളൊരു കീ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് കണക്ഷൻസ് വരുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് പോയിന്റ് എയിൽ നിന്ന് എല്ലാ സെല്ലുകളുടെയും പോസിറ്റീവിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇൻക്ലൂഡ് E1 ഇൻ ദ സർക്യൂട്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ബാലൻസിംഗ് ലെങ്ത് L1. ഇവിടെ ഈ കീ ക്ലോസ് ചെയ്യുക. കീ ക്ലോസ് ചെയ്തതിനു ശേഷം ഈ ഗാൽവനോമീറ്ററിലെ ഈ കീ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതിൽ വയറിൽ മൂവ് ചെയ്യുന്നു. അങ്ങനെ ബാലൻസിംഗ് ലെങ്ത് കാണുന്നു. എന്താ ബാലൻസിംഗ് ലെങ്ത്? ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ 0 ആക്കുക, എയിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരം അളക്കുക. അതാണ് L1 ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ പൊട്ടൻഷ്യോമീറ്ററിന്റെ പ്രിൻസിപ്പിൾ പ്രകാരം നമുക്ക് എഴുതാം E1 പ്രൊപ്പോർഷണൽ ടു L1 എഴുതാം. നെക്സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുക? ഇൻക്ലൂഡ് E2 ഇൻ സർക്യൂട്ട് ആൻഡ് ഫൈൻഡ് ഔട്ട് ബാലൻസിംഗ് ലെങ്ത് L2. E1 പകരം നമ്മൾ ഇവിടെ ഈ കീ ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് ബാലൻസിംഗ് ലെങ്ത് L2 കാണുന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? E2 പ്രൊപ്പോർഷണൽ ടു L2. ഇനി ഇവ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്കത് കിട്ടി E1/E2 ഈസ് ഈക്വൽ ടു L1/L2. ഇതാണ് പൊട്ടൻഷ്യോമീറ്ററിന്റെ കമ്പാരിസൺ ഓഫ് EMF. ആദ്യം ഫിഗർ വരയ്ക്കണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അടുത്തത് പൊട്ടൻഷ്യോമീറ്ററിന്റെ രണ്ടാമത്തെ യൂസ് ആണ് ഇന്റേണൽ റെസിസ്റ്റൻസ് മെഷർമെന്റ്. നമ്മൾ വീണ്ടും ഫിഗർ വരയ്ക്കുന്നു. നമ്മൾ ആ പൊട്ടൻഷ്യോമീറ്റർ AB എന്ന് പറയുന്നത് പ്രൈമറി സർക്യൂട്ടിൽ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ, സെല്ല് അതുപോലെ തന്നെ ഒരു കീ കണക്ട് ചെയ്തു. സെക്കൻഡറി സർക്യൂട്ട് ഏത് സെല്ലാണോ ആ സെല്ല് ഗാൽവനോമീറ്റർ കീ.
ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എയിൽ നിന്ന് ഈ രണ്ട് സെല്ലുകളുടെയും പോസിറ്റീവിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ വലിയ വര പോസിറ്റീവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ചെറിയ വര എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്, നെഗറ്റീവിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ഈ സെല്ലിന് അക്രോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഒരു റെസിസ്റ്റൻസ് ബോക്സ് കണക്ട് ചെയ്യുന്നു, ഒരു കീ കണക്ട് ചെയ്യുന്നു. ഇത്രയാണ് കണക്ഷൻസ് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ എക്സ്ക്ലൂഡ് ആർ ആൻഡ് ഫൈൻഡ് ബാലൻസിങ് ലെങ്ത് L1. ഈ ആറിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നു, അതായത് ഈ കീ ഓപ്പൺ ആക്കി എന്നിട്ട് ഈ ഇവിടുത്തെ കീ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പൊട്ടൻഷ്യോമീറ്ററിന്റെ വയറിലൂടെ മൂവ് ചെയ്തിട്ട് ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ 0 ആക്കി ആ ബാലൻസിങ് ലെങ്ത് L1 ആണെങ്കിൽ ഇവിടുത്തെ EMF E ആണ്. വി ക്യാൻ റൈറ്റ് E പ്രൊപ്പോർഷണൽ ടു L1 എഴുതാം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇൻക്ലൂഡ് ആർ ആൻഡ് ഫൈൻഡ് ബാലൻസിങ് ലെങ്ത് L2. ഇവിടെ ഈ കീ ക്ലോസ് ചെയ്യുന്നു, അപ്പോൾ ആറും കൂടി ഇൻക്ലൂഡ് ആയി സർക്യൂട്ടിൽ. വീണ്ടും ബാലൻസിങ് ലെങ്ത് കാണുന്നു, L2 ആയി. അപ്പോൾ ഉണ്ടാവുന്ന EMFനെ നമ്മൾ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്നാണ് വിളിക്കുന്നത് ക്ലോസ്ഡ് സർക്യൂട്ട് ആകുമ്പോൾ. അപ്പോൾ നമുക്ക് എഴുതാം എന്ത്, V പ്രൊപ്പോർഷണൽ ടു L2. ഇനി ഇതിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, E/V = L1/L2. നേരത്തെ നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസിനുള്ള ഫോർമുല പഠിച്ചിട്ടുണ്ട്. ഏതാണ് ഫോർമുല? R = E/V - 1 × R എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ E/Vക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, L1/L2 കൊടുക്കുന്നു. നമ്മൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി, R = L1/L2 - 1 × R. ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല കിട്ടി. R = L1 - L2/L2 × R. ഇതാണ് പൊട്ടൻഷ്യോമീറ്റർ ഉപയോഗിച്ചിട്ട് ഇന്റേണൽ റെസിസ്റ്റൻസ് മെഷർമെന്റിന്റെ എക്സ്പ്ലനേഷൻ. ഇനി പൊട്ടൻഷ്യോമീറ്ററിന്റെ പിന്നെ നോക്കാം. പൊട്ടൻഷ്യോമീറ്റർ ഈസ് ദ മോസ്റ്റ് പ്രിഫേർഡ് മെത്തേഡ് ഫോർ മെഷറിംഗ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വോൾട്ട്മീറ്റർ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. വോൾട്ട്മീറ്റർ ഉപയോഗിക്കുന്നതിനെക്കാട്ടും ഏറ്റവും നല്ല മെത്തേഡ് ഏത് യൂസ് ചെയ്യുന്നതാണ്, പൊട്ടൻഷ്യോമീറ്റർ യൂസ് ചെയ്യുന്നതാണ്. എന്ത് മെഷർ ചെയ്യാൻ, പൊട്ടൻഷ്യൽ ഡിഫറൻസ്. കാരണം എന്താണ്, സിൻസ് ഇറ്റ് ഈസ് നൾ മെത്തേഡ്. നൾ മെത്തേഡ് ആയതുകൊണ്ട്. എന്താ നൾ മെത്തേഡ്? നോ കറണ്ട് ഈസ് ടേക്കൺ ഫ്രം ഔട്ട്സൈഡ്. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പുറത്തുനിന്ന് കറണ്ട് എടുക്കുന്നില്ല. എടുക്കാതെ എന്ത് ചെയ്യുക എന്നാൽ രണ്ട് വോൾട്ടേജുകളെ തമ്മിൽ ബാലൻസ് ചെയ്തിട്ട് ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ 0 ആക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പൊട്ടൻഷ്യോമീറ്റർ ഈസ് ദ മോസ്റ്റ് പ്രിഫേർഡ് മെത്തേഡ് ഫോർ മെഷറിംഗ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. കാരണം എന്ത് മെത്തേഡാണ്, നൾ മെത്തേഡാണ്. എന്താണ് നൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ കറണ്ട് എന്ത് ചെയ്യുന്നില്ല, ഔട്ട്സൈഡിൽ നിന്ന് നമ്മൾ എടുക്കുന്നില്ല.